ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് എക്സാംസിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം, എന്തൊക്കെയാണ് കോസസ്, അസസ്മെന്റ്സ്, കോംപ്ലിക്കേഷൻസ് ആൻഡ് മാനേജ്മെന്റ് എന്നൊക്കെ ഡീറ്റെയിൽ ആയി ഈ വീഡിയോ നമുക്ക് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. നെഫ്രോട്ടിക് സിൻഡ്രോം definition നോക്കാം. Nephrotic syndrome is a kidney disorder characterized by excessive protein loss in urine due to damage to the glomeruli. ഇവിടെ ഗ്ലോമറുലൈ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഫിൽറ്ററിംഗ് യൂണിറ്റ് ആണ്. ഈ ഗ്ലോമറുലൈക്ക് ഡാമേജ് ഉണ്ടാവുന്നു, അതുമൂലം പ്രോട്ടീന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഈ പ്രോട്ടീൻ എക്സസീവ് ആയിട്ട് ഈ പ്രോട്ടീൻ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയി പോകുന്നു. ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. നെക്സ്റ്റ് കോസസ് നോക്കാം. മെയിൻ ആയിട്ടുള്ള റിസ്ക് ഗ്രൂപ്പ് 2 to 5 ഇയേഴ്സിലുള്ള ചിൽഡ്രൻ ആണ്. നെക്സ്റ്റ് വൺ ഡി എം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് ഡയബറ്റിക് നെഫ്രോപ്പതിയിലേക്ക് ലീഡ് ചെയ്യുന്നു. അത് കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാക്കുന്നു, അതുപോലെ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവുന്നു. നെക്സ്റ്റ് ഹാർട്ട് ഫെയിലിയറിൽ കിഡ്നിയിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നില്ല, അതുമൂലം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുന്നു, അത് നെഫ്രോട്ടിക് സിൻഡ്രോത്തിലേക്ക് ലീഡ് ആവുന്നു. നെക്സ്റ്റ് ലൂപ്പസ് അല്ലെങ്കിൽ SLE എന്ന് പറയും, സിസ്റ്റമിക് ലൂപ്പസ് എറിതമാറ്റോസിസ് എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇവിടെ ഇമ്മ്യൂൺ കോംപ്ലക്സുകൾ കിഡ്നിയിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നു, അത് കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാക്കുന്നു. അതുപോലെ ഇൻഫെക്ഷൻ ലൈക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് B or C, ഇവിടെയും സെയിം ഇമ്മ്യൂണോ കോംപ്ലക്സുകൾ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ആയിട്ട് അതുപോലെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ ആണ് സെർട്ടൻ ഡ്രഗ്സ്, അതായത് NSAIDs എന്ന് പറഞ്ഞാൽ ഒരു നെഫ്രോടോക്സിക് ഡ്രഗ് ആണ്. ഇത് കിഡ്നിനെ ഡാമേജ് ഉണ്ടാക്കുന്നു. ഈ കോസസ് ഒക്കെ നെഫ്രോട്ടിക് സിൻഡ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസിക് ട്രയാഡ് നോക്കാം. ഫസ്റ്റ് വൺ പ്രോട്ടീൻ യൂറിയ. ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ ഇൻ യൂറിൻ ആണ് പ്രോട്ടീൻ യൂറിയ. ഇവിടെ ഗ്ലോമറിലേക്ക് ഡാമേജ് ഉണ്ടായിട്ട് എക്സസീവ് എമൗണ്ടിൽ പ്രോട്ടീൻ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവുന്നു, അതാണ് പ്രോട്ടീൻ യൂറിയ. സെക്കൻഡ് വൺ ആണ് ഹൈപ്പോ ആൽബുമിനേമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ആൽബുമിന്റെ ലെവൽ കുറയുന്നു. ഈ ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആകുമ്പോഴത്തേനും ബ്ലഡിൽ പ്രോട്ടീൻ അതായത് ആൽബുമിൻ കുറയുന്നതാണ് ഹൈപ്പോ ആൽബുമിനേമിയ. നെക്സ്റ്റ് വൺ ആണ് എഡിമ, അതായത് സ്വെല്ലിംഗ് ഉണ്ടാകുന്നു ഫേസിലും ഐസിന്റെ അറൗണ്ടിലൊക്കെ അല്ലെങ്കിൽ ലെഗ്സിലും അബ്ഡോമിനിലൊക്കെ എഡിമ ഉണ്ടാകുന്നു. ഇവിടെ എഡിമ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അതുമൂലം സോഡിയത്തിന്റെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുന്നു, അതുമൂലം എഡിമ ഉണ്ടാകുന്നു. പിന്നെ വേറൊരു റീസണും കൂടിയുണ്ട്, ഇവിടെ ആൽബുമിന്റെ അളവ് കുറയുകയാണ്, ആൽബുമിൻ ലോ ആൽബുമിൻ ആണ്. അതുമൂലം ഈ ആൽബുമിൻ ആണ് ഓങ്കോട്ടിക് പ്രഷർ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആൽബുമിൻ കുറയുമ്പോഴത്തേനും ഓങ്കോട്ടിക് പ്രഷർ കുറയുന്നു, അതുമൂലം ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂവിലേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവുന്നു. അപ്പം നമ്മുടെ ബോഡിയിൽ എഡിമ ഉണ്ടാകുന്നു. അതായത് ആൽബുമിൻ കുറയുമ്പോൾ ഓങ്കോട്ടിക് പ്രഷർ കുറയുന്നു, അതുമൂലം ഫ്ലൂയിഡ് ലീക്കേജ് ബ്ലഡിൽ നിന്ന് ബ്ലഡ് വെസൽസിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസിലേക്ക് ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകുമ്പോൾ അത് എഡിമയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് ക്ലാസിക് ട്രയാഡ് എന്ന് പറയുന്നത്. അതർ സിംറ്റംസ് നോക്കാം. ഫസ്റ്റ് വൺ ഹൈപ്പർ ലിപ്പിഡേമിയ, അതായത് ഹൈ കൊളസ്ട്രോൾ ആൻഡ് ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ആയിരിക്കും. ഇവിടെ മെയിൻ ആയിട്ട് കൊളസ്ട്രോൾ കൂടാൻ കാരണം എന്ന് വെച്ചാൽ ആൽബുമിൻ, അതായത് പ്രോട്ടീൻ ആയ ആൽബുമിൻ കുറയുന്നു. അപ്പൊ നമ്മുടെ ലിവർ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മോർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മോർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂടുന്നത് കൊളസ്ട്രോൾ കൂട്ടാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് ഹൈപ്പർ ലിപ്പിഡേമിയ ഉണ്ടാകുന്നത്. അതായത് ആൽബുമിൻ കുറയുമ്പോഴത്തേന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ലിവർ കൂടുതൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ LDL എന്നൊക്കെ പറയത്തില്ലേ, അതിനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഹൈപ്പർ ലിപ്പിഡേമിയ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഫറ്റീഗ്, അതായത് പ്രോട്ടീൻ ബോഡിയിൽ നിന്ന് പോകുമ്പോഴത്തേനും നമുക്ക് ഫറ്റീഗ് ക്ഷീണം ഉണ്ടാവും. പിന്നെ ഫോമി യൂറിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ യൂറിൻ്റെ ഒരു സൈനാണ് ഫോമി ഫ്രോത്തി യൂറിൻ എന്നൊക്കെ പറയാം. അതായത് യൂറിൻ ഭയങ്കര ഇങ്ങനെ പതഞ്ഞിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര പതയായിരിക്കും യൂറിനിൽ, അതാണ് ഫോമി യൂറിൻ. അത് പ്രോട്ടീൻ യൂറിൻ്റെ ഒരു സൈനാണ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ എക്സസീവ് ആയിട്ട് പ്രോട്ടീൻ റിമൂവ് ആവുന്ന വഴി ഈ പ്രോട്ടീനായ ഇമ്മ്യൂണോഗ്ലോബുലിൻ അതിൻ്റെ കൂടെ എക്സ്ക്രീറ്റ് ആവുന്നു. അതുമൂലം ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഇനഫായിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നില്ല. അത് ഹൈ റിസ്ക് ഓഫ് ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ആണ് ബ്ലഡ് ക്ലോട്ട് ഓർ ത്രോംബോസിസ് എന്ന് പറയുന്നത്.
ഇതിന് കാരണം ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് ആന്റി ത്രോംബോട്ടിക് പ്രോട്ടീൻ. ഇത് ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യും. എന്നാൽ ഈ ആന്റി ത്രോംബോട്ടിക് പ്രോട്ടീൻ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയി പോകുന്നു, എക്സസീവായിട്ട് എക്സ്ക്രീറ്റ് ആയി പോകുന്നു. അപ്പം ക്ലോട്ടിങ് പ്രോപ്പറായിട്ട് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രോട്ടീൻസ് ഉണ്ടാകുന്നില്ല. അതുപോലെ അവർക്ക് ക്ലോട്ടിങ് കൂടുതൽ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ത്രോംബോസിസ് പറയുന്നത്. അപ്പൊ മെയിനായിട്ട് ഡീപ് വെയിൻ ത്രോംബോസിസ് അല്ലെങ്കിൽ പൾമണറി എംബോളിസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. നെക്സ്റ്റ് വണ്ണാണ് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എക്സസീവ് ആയിട്ട് പോകുന്നതുകൊണ്ട് ബോഡിയിൽ ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ കിഡ്നി ഫെയിലർ ഇൻ സിവിയർ കേസസ്. സിവിയർ കേസിൽ ഗ്ലോമറുലർ ഡാമേജ് ഉണ്ടാകുന്ന ഒരുപാട് പ്രോട്ടീൻ എക്സസീവ് ആയിട്ട് പോകുന്നു, അതുകൊണ്ട് കിഡ്നിക്ക് സിവിയർ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ട് കിഡ്നി ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ മെഡിക്കേഷൻ ആണ്. ഇവിടെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, എക്സാമ്പിൾ പ്രെഡ്നിസോൺ കൊടുക്കും, എക്സ്പെഷ്യലി ഫോർ മിനിമൽ ചേഞ്ച് ഡിസീസ്. മിനിമൽ ചേഞ്ച് ഡിസീസ് എന്ന് പറഞ്ഞാൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാൻ കാരണം മെയിനായിട്ട് എന്തെങ്കിലും പോസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകുന്നതാണ് മിനിമൽ ചേഞ്ച് ഡിസീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെഡിസിൻ ആണ് ഇമ്മ്യൂണോ സപ്രസൻസ്. ഈ സ്റ്റിറോയിഡ് റെസിസ്റ്റന്റ് ആയ പേഷ്യൻസിന് നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കും. അതുപോലെ ഡയോട്ടിക്സ് കൊടുക്കും. എഡിമ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡയോട്ടിക്സ് കൊടുത്തിട്ട് യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് AC ഇൻഹിബിറ്റേഴ്സോ ARBs, റെഡ്യൂസ് പ്രോട്ടീൻ യൂറി ആൻഡ് പ്രൊട്ടക്ട് കിഡ്നീസ്. AC ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുന്ന വഴിയായിട്ട് കിഡ്നിയിലെ ഗ്ലോമറിലേക്കുള്ള പ്രഷർ കുറയുന്നു, അതുമൂലം പ്രോട്ടീൻ്റെ ലീക്കേജ് കുറച്ച് പ്രോട്ടീൻ യൂറിൻ റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻ ആണ് AC ഇൻഹിബിറ്റേഴ്സ്. സെക്കൻഡ് മാനേജ്മെന്റ് ആണ് ഡയറ്റ്. ഇവിടെ ലോ സോൾട്ട് ഡയറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. എഡിമ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ സോഡിയത്തിന്റെ റിട്ടൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ലോ സോൾട്ട് ഡയറ്റ് കൊടുക്കും. നെക്സ്റ്റ് വൺ ആണ് അഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക്. പ്രോട്ടീൻ്റെ എക്സസീവ് ആയിട്ട് പ്രോട്ടീൻ ലോസ് ആവുന്ന പോലെ അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൊടുക്കും, പക്ഷെ എക്സസീവ് ആയിട്ട് കൊടുക്കില്ല. ലാസ്റ്റ് മാനേജ്മെന്റ് ആണ് ട്രീറ്റ് അണ്ടർലൈൻ കോസസ്, അതായത് ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ ലൂപ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുവഴി കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതുമൂലം നെഫ്രോട്ടിക് സിൻഡ്രത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് നെഫ്രോട്ടിക് സിൻഡ്രം. ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലർ ഡാമേജ് ഉണ്ടായിട്ട് എക്സസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ലീക്ക് ആവുന്നു, യൂറിൻ വഴി ലോസ് ആവുന്നു, അതാണ് നെഫ്രോട്ടിക് സിൻഡ്രം. പിന്നെ മെയിനായിട്ടുള്ള കോസസ് പറഞ്ഞാൽ ചിൽഡ്രനിലാണ് വരുന്നത്, അതുപോലെ DM, ലൂപ്പസ്, ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, പിന്നെ സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്, NSAIDs ഒക്കെ യൂസ് ചെയ്യുന്നവർക്കായിരിക്കും മെയിനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ അതിൻ്റെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ യൂറി ഉണ്ടാവും, ഹൈപ്പോ ആൽബുനേമിയ ഉണ്ടാവും, എഡിമ, അതുപോലെ തന്നെ ഫറ്റീഗ് ഉണ്ടാവും. പിന്നെ പേഷ്യൻസിന് പ്രോട്ടീൻ യൂറി വഴിയായിട്ട് ഫ്രോത്തി ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി, ഹൈപ്പർ ലിപ്പിഡേമി ഉണ്ടാവും. ഇതൊക്കെ എനിക്ക് മെയിനായിട്ടുള്ള അസസ്മെന്റ്. പിന്നെന്ന് വെച്ചാൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഡയറ്റ് ഉണ്ട്, ഇപ്പോൾ ഓൾറെഡി വന്ന ഡയറ്റ്, ലോ സോൾട്ട് ഡയറ്റ്, പ്രോട്ടീൻ ഇൻടേക്ക്, അഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക്, അതുപോലെ മെഡിക്കേഷൻസ് കൊടുക്കാം, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കും, പിന്നെ ഇമ്മ്യൂണോ സപ്രസ് കൊടുക്കുക, സ്റ്റിറോയിഡ്സ് റെസിസ്റ്റീവ് ആണെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുക, പിന്നെ AC ഇൻഹിബിറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യും. ഇത്രയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. കൂടുതൽ നേഴ്സിംഗ് എക്സാം ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.